നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വൈകുന്നേരത്തെ ചായക്കൊപ്പവും അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് ഉണ്ടാക്കാം. കപ്ലങ്ങ കൊണ്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ഇതിനു വേണ്ടി മീഡിയം സൈസിലുള്ള ഒരു കപ്ലങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീര് അല്പം ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാം. ഒത്തിരി ഒന്നും അങ്ങോട്ട് പിഴിഞ്ഞ് കളയണ്ട, ചെറുതായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതും 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1.5 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ചേർക്കാം. ഇത് നമ്മളുടെ എരിവനുസരിച്ചിടുന്നേ. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കടലമാവും ഇടുവാണ്. നമ്മളിതെല്ലാം ഒന്ന് കുഴച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഇടാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്തിരി പൊടിയുടെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ മതിയാവും. നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന പൊടികളുടെയൊക്കെ അളവ് പപ്പായയിലെ വെള്ളത്തിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്കിനി ഇത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഇതൊരൽപ്പം കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഇതിനൊരു പ്രത്യേക ഷേപ്പൊന്നുമില്ല. ഇത് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തോളും. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ പതയെല്ലാം ഒന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും പതയെല്ലാം ഒന്ന് കുറഞ്ഞു വരും. ആ സമയം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഒരു 3-4 മിനിറ്റ് മതിയാകും ഇത് വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കപ്ലങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ സ്നാക്ക് ഇഷ്ടമാകും. അതുപോലെ തന്നെ ഇതൊരാൾക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കപ്ലങ്ങയാണെന്ന് നമ്മൾ പറയാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.